Hi, so this is my first long video in my YouTube channel. അപ്പോൾ എനിക്ക് ടോപ്പിക് ഒന്നും കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ ചാറ്റ് ജി പിയോട് ചോദിച്ചു ഗിവ് മീ സം ടോപ്പിക്. അപ്പോൾ ചാറ്റ് ജി പി ടി എനിക്ക് തന്ന ടോപ്പിക്കാണ് ലൈഫ് ലെസൺസ് യു ഹാവ് ലേൺഡ് ഇൻ യുവർ 20s. ഓക്കെ, 20s ഞാൻ പഠിച്ച കുറച്ച് ലൈഫ് ലെസൺസ്. സോ ഓക്കെ, ഫസ്റ്റ് ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. മൈ നെയിം ഈസ് ശ്രീലക്ഷ്മി ആൻഡ് ഐ എം 20 years old. ഓക്കെ, ഞാൻ കൊച്ചിയിലോട്ട് മൂവ് ചെയ്യണതായിരുന്നു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ ഞാൻ എൻ്റെ ലൈഫിലെടുത്തു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് മൈൻഡിൽ വന്ന തോട്ട്, ഹൗ ക്യാൻ ഐ സർവൈവ്, എങ്ങനെയാണ് ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ മൈൻഡിൽ വന്ന ഫസ്റ്റ് തോട്ട്. ബട്ട് എന്നെ ഫസ്റ്റ് പഠിപ്പിച്ച കാര്യം അതാണ്, എങ്ങനെയാണ് ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യുക എന്നുള്ള കാര്യം. ഓക്കെ, നമ്മളെപ്പോലെ ഞാൻ കുറേ പേര് കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്, കൊച്ചിക്ക് വന്നത്. ഫ്രണ്ട്സ് ആയിക്കോട്ടെ, സപ്പോർട്ടിനായിക്കോട്ടെ ഒക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ കൊച്ചിക്ക് മൂവ് ഓൺ ആവുന്നത്. ബട്ട് അറ്റ് ദ എൻഡ് ഇറ്റ്സ് മീ ഓൺലി, ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയാലോ. ഞാൻ വന്നപ്പോൾ കൊച്ചിക്ക് വന്നപ്പോൾ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ആൻഡ് ബട്ട് പയ്യെ എന്താണ് മനസ്സിലാക്കാൻ തുടങ്ങി, ദേ ആർ നോട്ട് ദ റിയൽ ഫ്രണ്ട്സ്, ദേ ആർ ദ ബാക്ക് സ്റ്റാബേഴ്സ്, റൈറ്റ്? ഓക്കെ, അങ്ങനത്തെ ഉള്ളവരാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. പക്ഷെ മനസ്സിലാക്കാൻ കുറേ ലേറ്റായി. സോ അതിന് ശേഷം പിന്നെ എനിക്കങ്ങനെ ഫ്രണ്ട്സ് ഒന്നുമില്ല. ലൈക്ക് ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ അങ്ങനെ നിൽക്കണ സാധനങ്ങളൊന്നുമില്ല. ഓക്കെ, എല്ലാവരെയും കണ്ടാലും ഫ്രണ്ട്സ് അത്രേ ഉള്ളൂ. ബട്ട് ഡീപ്പ് ഇൻ മൈ ഹേർട്ട് ഒരാൾക്ക് പ്രത്യേക ഒരു പൊസിഷൻ ഉണ്ടോ ഫ്രണ്ട്ഷിപ്പിലെന്ന് ചോദിച്ചാൽ നോ വേ, ഞാൻ അങ്ങനെ ആർക്കും കൊടുക്കണില്ല. ഇങ്ങനെ കുറേ സിറ്റുവേഷൻസ് ഒക്കെ കിട്ടിയതിന് ശേഷം പിന്നെ വരുന്നുണ്ടോ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക. ചെറുതിൽ തന്നെ അത്ര വലിയ ഫിനാൻഷ്യൽ കൈകാര്യം ചെയ്യണ ആളല്ലേന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ കുറച്ച് ബാക്കിലോട്ടാണ് അതിൽ നിന്ന്. ബിക്കോസ് എത്ര കിട്ടിയാലും സേവ് ആക്കണതിന് പകരം ഇങ്ങനെ ചിലവാക്കി നടക്കാൻ ആണ്. എസ്പെഷ്യലി കൊച്ചിയിലാകുമ്പോൾ ഫസ്റ്റ് പൈസ കിട്ടിയ നമ്മൾ കുറച്ച് ദിവസം റിച്ച് ലൈഫാണ്, പിന്നെ തട്ടടിലൊക്കെ പോയി ആ ഒരു ലൈഫ് തന്നെയാണ്. സോ ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ ഒരു ഇതിൽ നിന്ന് ഞാൻ പഠിച്ചത് എന്ന് പറഞ്ഞാൽ കുറേ പൈസ ചിലവാക്കുന്നുണ്ട്, കുറേ പൈസ പൊട്ടുണ്ട്, അത് മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളത് അതിൽ. ആൻഡ് സ്റ്റഡീസ് ഓഫ് കോഴ്സ് വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടുള്ള പഠിത്തമൊന്നും അത്ര അങ്ങനെ ശരിയാവണില്ല. എന്നാലും ഐ ട്രൈ മൈ ബെസ്റ്റ്. എന്നെ കൊണ്ട് പറ്റണമൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ പണ്ടത്തെ ഞാൻ പഠിച്ചൊരു പഠിപ്പ് വെച്ചിട്ട് ഇപ്പം ഞാൻ അതിൻ്റെ പകുതി കൂടെ പഠിക്കണില്ല. പിന്നെന്താ വീട്, പിന്നെ ഹെൽത്ത് ഈസ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ്. എനിക്ക് നാട്ടിലൊക്കെ വെച്ചിട്ട് ഒറ്റ പനി കൂടെ വരാത്ത ഒരാളായിരുന്നു ഞാൻ. ബട്ട് കൊച്ചിക്ക് മൂവണതിന് ശേഷം വീക്ക്ലി എനിക്ക് പനിയാണ്. ഓക്കെ, എനിക്ക് എപ്പോഴും പനിയാണ്. അറ്റൻഡൻസ് ഒക്കെ നല്ല ഷോർട്ടേജ് ആവാൻ തുടങ്ങി. ഇപ്പം നമ്മൾ പ്രൈവറ്റ് ആയതുകൊണ്ട് വലിയ സീനൊന്നും ഇല്ലാണ്ട് അങ്ങനെ പോയി. സോ ഐ ആം എ BBA ലോജിസ്റ്റിക്സ് സ്റ്റുഡൻറ്റ്, അത് ഞാൻ പറയാൻ പറ്റുമോ. അപ്പോൾ അങ്ങനെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ കുറേ ബുദ്ധിമുട്ടി. സ്റ്റിൽ ഇപ്പോഴും എനിക്ക് പനിയാണ്, എൻ്റെ സൗണ്ടൊക്കെ പോയിരിക്കുകയാണ്. അങ്ങനെ ഹെൽത്ത് കുറേ ബുദ്ധിമുട്ടാകുമ്പോഴാണ് ശരിക്കും വീട്ടുകാരെ മിസ്സാക്കണം കേട്ടോ. ശരിക്കും ആരെങ്കിലും നോക്കാനുണ്ടായിരുന്നെങ്കിൽ തന്നെ ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കും. പക്ഷെ കാര്യമില്ലല്ലോ, അങ്ങനെ കാര്യമില്ല. അങ്ങനെ പിന്നുള്ളത് ഹെൽത്ത്. പിന്നെ വൺ ഓഫ് മൈ ഡ്രീം കംസ് ട്രൂ എന്ന് പറയുന്ന പോലെ എനിക്ക് ആക്ടിങ് ഇഷ്ടമായിരുന്നു. സോ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ എനിക്ക് കയറാൻ പറ്റി, മോഡലിംഗ് ആയിട്ട് കയറാൻ പറ്റി. അങ്ങനെ കുറേ. പിന്നെ എൻ്റെ ഹെൽത്ത് വെച്ചിട്ട് ഞാനിപ്പോൾ കുറച്ച് ചബ്ബിയായി. അപ്പോൾ പിന്നെ ഞാൻ ഇപ്പം അടങ്ങിയിരിക്കുന്നു ഇവിടെ ഇങ്ങനെ. എന്നാലും മൂവീസിലൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് പോലുണ്ട് സപ്പോർട്ടിങ് ആയിട്ട്. സോ പുതിയ ഓരോരോ കാര്യങ്ങൾ പഠിച്ചു. പുതിയ ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ പറ്റി. പിന്നെ നൈറ്റ് ലൈഫ്. കൊച്ചി എന്ന് പറയുമ്പോഴേ നൈറ്റ് ലൈഫ് ആണല്ലോ. കൂടുതലും ഡേ ലൈഫിനേക്കാളും ഞാനിവിടെ കണ്ടിട്ടുള്ളത് നൈറ്റ് ലൈഫ് തന്നെയാണ്. പിന്നെ ഇവിടെ കറങ്ങി നടക്കാൻ സ്ഥലമുണ്ടോ ചോദിച്ചാൽ ഒരു സ്ഥലവും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ലൈക്ക് ഇപ്പം ഈ പറയണ ഫോർട്ട് കൊച്ചി വൈപ്പിന് ഇതൊക്കെ തന്നെ എപ്പോഴും പോയി മടുത്തുക.
പിന്നെ പിന്നെന്താ, പിന്നെ അത്രേ ഉള്ളൂ തോന്നുന്നു. അത്രയില്ല, പക്ഷെ കുറേ കാര്യങ്ങളെന്തോ ഉണ്ടായിരുന്നു, പക്ഷെ പറഞ്ഞു വരുമ്പോൾ ഒന്നും പറയാൻ കിട്ടാനില്ല. വേറെ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ? മിസ്സായിട്ടില്ല തോന്നുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ അതായിട്ട് പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ആൻഡ് ഡു വാട്ട് എവർ ദാറ്റ് I don't know much about YouTube. And അപ്പോൾ ഓക്കെ, ബൈ.